അലർജി എന്നുള്ള ഒരു വാക്ക് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ്. അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ കുടുംബത്തിൽ അവരുടെ മുൻ തലമുറയിലെ ആർക്കെങ്കിലുമൊക്കെ അലർജി തീർച്ചയായും ഉണ്ടായിരിക്കും. കാരണം അലർജി എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇതിനെ ഒരു രോഗം എന്ന് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ ഒരു സ്വഭാവമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു വ്യക്തി ചുറ്റുപാടുകളുമായി കുറച്ച് ഓവർ സെൻസിറ്റീവാണ്. ഉദാഹരണത്തിന് നമ്മളുടെ മൂക്കിൽ ഒരു പൊടി കയറിയാൽ തുമ്മുമെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആ പൊടിയുടെ മണം അടിച്ചാൽ മതി തുമ്മാൻ. ഇതേപോലെ മൂക്കിൽ ഈ ഓവർ സെൻസിറ്റിവിറ്റി അനുഭവപ്പെട്ടാൽ തുമ്മുകയും, തൊണ്ടയിൽ അനുഭവപ്പെട്ടാൽ ചുമയ്ക്കുകയും, സ്കിന്നിൽ അനുഭവപ്പെട്ടാൽ ചൊറിയുകയും, അതുപോലെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് ഈ അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ പോലത്തെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മൂക്കിലൊരു പൊടി കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ തരത്തിലായിരിക്കും പ്രതികരിക്കുക? നമ്മൾ തുമ്മും, ചുമയ്ക്കും, കഫം കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം അലർജിയുള്ള ആളുകളിൽ വളരെയധികം കാണാൻ സാധ്യതയുണ്ട്. ഈ അലർജി എന്ന് പറയുന്ന ഈ സ്വഭാവം ഒരു ട്രിഗർ ചെല്ലുമ്പോഴാണ് ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അത് അലർജി ഒരു ശ്വാസം മുട്ടലിലേക്കോ വളരെ വലിയ ഒരു ഇറിറ്റേഷനിലേക്കോ ഒക്കെ കൊണ്ടെത്തിക്കുന്നത് ഇത്തരം ട്രിഗറുകളാണ്. എന്തൊക്കെയാണ് ഈ ട്രിഗറുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും ചുറ്റുപാടുകളും കാലാവസ്ഥയും ഒക്കെ തന്നെയാണ് ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടർ. അതിൽ നമുക്ക് ഒരുപാട് ഇടപെടലുകൾ നടത്താൻ സാധിക്കില്ല, കാരണം കാലാവസ്ഥയെ നമുക്കൊരിക്കലും മാറ്റാൻ സാധിക്കില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ ഘടകമാണ് ഭക്ഷണം. ഭക്ഷണം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുവഴി ഈ അലർജിയെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അലർജിയുടെ ട്രിഗറിനെ വളരെയധികം ഒതുക്കി നിർത്താൻ സാധിക്കും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിഗറിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, അത് സ്ട്രെസ്സ് തന്നെയാണ്. സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഈ അലർജി മൂലമുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അലർജിയോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ആസ്മ, അല്ലേ? ശ്വാസം മുട്ടൽ. ഈ ആസ്മ എന്ന് പറയുന്ന ബുദ്ധിമുട്ടിനെ ആയുർവേദത്തിൽ പറയുന്നത് തമകശ്വാസം എന്നാണ്. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് അഥവാ ദുഃഖം. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഈ ഒരു പ്രശ്നത്തിന് മനസ്സുമായിട്ട് എത്രയധികം ബന്ധമുണ്ട് എന്ന്. അതുകൊണ്ട് ഉള്ളിലുള്ള ഒരു വിഷമത്തിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തമകശ്വാസത്തിനെ, ആസ്മയെ നിയന്ത്രിക്കാൻ കഴിയും. സ്ട്രെസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ അലർജിയുടെ ട്രിഗറിനെ വളരെ ഭംഗിയായി തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.